യുവജന സംഘടന എന്താ ഇതിനകത്ത് കാര്യമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്രിയേറ്റീവായിട്ട് ഇതിനൊരു ആൻസർ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ ഈ ബോധവൽക്കരണങ്ങളപ്പുറത്തേക്ക് ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെ ഇതിനെ ക്രിയേറ്റീവായിട്ട് നേരിടാം എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അതിനെ കുറേയൊക്കെ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഈ മലയോര പ്രദേശമാണ്. ഈ മലയോര പ്രദേശത്ത് കൂടുതലും കുട്ടികൾക്കൊന്നും കളിക്കാനുള്ള കളിക്കളങ്ങളില്ല. കുറേയൊക്കെ ഒഴിഞ്ഞ പറമ്പുകളിൽ പോലും കളിക്കാനുള്ള അനുമതി ഇല്ലാത്തൊരു സാഹചര്യമാണുള്ളത്. ആ ഒരു അവസരത്തിൽ നമ്മൾ കൂടുതൽ കളിക്കളങ്ങൾ സൃഷ്ടിക്കുക, കുട്ടികളെ കരയിലേക്ക് നയിക്കുക, കളിക്കളങ്ങൾ എൻഗേജ് ചെയ്യുക. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഒരു കളി ഒരു ലഹരിയായി മാറി. മൈതാനങ്ങളിൽ കളിയുടെ ലഹരി പടർത്തട്ടെ, മൈതാനങ്ങളിൽ ലഹരിയുടെ ലഹരി പടർത്താതിരിക്കട്ടെ എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഖുറാൻ്റെ ഒരു വാചകം ഇവിടെ ചൊല്ലി, ഇബിലീസിൻ്റെ വിളയാട്ടമാണ് ലഹരി എന്ന് പറഞ്ഞു. അങ്ങനെ ബൈബിളിൽ സമാനമായ വചനങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ? അതായത് എങ്ങനെയാണ് ഈ ഒരു പിശാച് മനുഷ്യൻ്റെ മനസ്സിൽ വലിയ നരകം സൃഷ്ടിക്കുന്നത്? സംഖ്യയുടെ പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, മദ്യവും ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ നിയമാവർത്തനത്തിലും പഴയ നിയമങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം എല്ലാ മതങ്ങളിലും അത് പറയുന്നുണ്ട്. ജലസ്നാ വന്നാട്ടെ, എങ്ങനെ നമുക്കിതിനെ പിടിച്ചു മാറ്റാൻ പറ്റും? നമ്മൾ ലഹരിക്കെതിരെ പോരാടണം. നിങ്ങളുടെ സഭയിലുള്ള ഏതെങ്കിലും ചെറുപ്പക്കാർ ഈ സാധനം ഉപയോഗിക്കുന്നു എന്ന വിവരം കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മളതിനെതിരെ പോലീസിനോട് ആക്ഷൻ എടുക്കും. അതാണ്, അത് നമ്മൾ മൂടി വയ്ക്കത്തില്ല. ഏതെങ്കിലും തരത്തിൽ അത് സഭയ്ക്കോ അതല്ലെങ്കിൽ കുടുംബത്തിനോ ഒരു ബുദ്ധിമുട്ടാവുമെന്ന് കരുതി നമ്മളത് മൂടി വയ്ക്കില്ല. നമ്മുടെ മാതൃക എന്ന് പറയുന്നത് സ്വന്തം മകനെ പോലീസിന് പിടിച്ചു കൊടുത്ത മിനി എന്ന് പറയുന്ന ഒരു അമ്മയുണ്ട്. സഹികെട്ടാണ് പിടിച്ചു കൊടുത്തത്. ആ അമ്മയാണ് നമ്മുടെ മാതൃക അല്ലേ? തീർച്ചയായും.